الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. اقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد من القتل ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه فإن قاتلوكم فاقتلوهم كذلك جزاء الكافرين. സത്യ വിശ്വാസികളെ റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വെച്ച് മരിക്കാൻ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ബഖറയിലെ 191 വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിലെല്ലാം സൂചിപ്പിച്ചതുപോലെ ദീനുപ്രകാരം ജീവിക്കുക എന്നത് ഏറെ പ്രയാസകരമായ ചുറ്റുപാടുകളിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാൾക്കുനാൾ ഫിത്നകളും ഫസാദുകളും ഒക്കെ വ്യാപകമായി വന്നുകൊണ്ടേയിരിക്കുന്നു. എവിടെ വെച്ചാണ് തന്റെ ഈമാൻ നഷ്ടപ്പെടുക എന്ന് പറയാനാവാത്ത വിധമുള്ള പരീക്ഷണങ്ങൾ, അധാർമിക പ്രവണതകളാണ് വ്യാപകമായി നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ബാബിൽ അഅ്മാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. നിങ്ങൾ കർമ്മങ്ങളിലേക്ക് വേഗത കാണിക്കണം. കാരണം പ്രതീക്ഷിക്കാനുള്ളത് ഫിത്നകളെയാണ്. കഖിതഇൽ ലൈലിൽ മുദ്ലിം, ഇരുട്ടാർന്ന രാത്രിയുടെ ഭാഗം കണക്കെ ഫിത്നകൾ മേൽക്കുമേലെ വരാനുണ്ട് വരും നാളുകളിൽ. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ.
രാവിലെ മുഅ്മിനായിരുന്ന മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്ക് അവിശ്വാസിയായി മാറുന്ന സാഹചര്യമുണ്ടാവും. വൈകുന്നേരം വിശ്വാസിയായിരുന്നവൻ ഒറ്റ രാത്രി കൊണ്ട് നേരം പുലരുമ്പോഴേക്ക് അയാള് അവിശ്വാസിയായി തീരുന്ന സാഹചര്യവും ഉണ്ടാകും. തുച്ഛമായ ഐഹികമായ ലാഭങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി തന്റെ മതം അവൻ കച്ചവടം ചെയ്യുമെന്നാണ് നബി തങ്ങൾ ആ ഹദീസിന്റെ അവസാനം സൂചിപ്പിച്ചത്. അത്രയേറെ ഫിത്നകൾ സമൂഹത്തിൽ വരാനുണ്ട് എന്നർത്ഥം. നബി തങ്ങൾ ഫിത്നകളിൽ നിന്ന് കാവലെ തേടിക്കൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞ പദപ്രയോഗമാണ് മാ ലഹറ മിൻഹാ വമാ ബത്തൻ എന്നത്. അപ്പൊ എന്നോട് ഞാൻ കാവലെത്തുന്നു അഊദു ബിക മിനൽ ഫിതൻ. അപ്പൊ എന്നോട് ഞാൻ കാവലെത്തുന്നു മിനൽ ഫിതൻ, ഈ ഫിത്നകളിൽ നിന്ന് കാവലിനെ തേടുന്നു. മാ ലഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷമായ ഫിത്നകളും പരോക്ഷമായ ഫിത്നകളും എല്ലാത്തിൽ നിന്നും റബ്ബേ എന്നോട് ഞാൻ കാവലിനെ തേടുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമായിരുന്നുവെന്നാണ്. ഫിത്നകൾ രണ്ടെണ്ണം ഉണ്ട് എന്ന് ഈ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാക്കാം. പ്രത്യക്ഷമായതുണ്ട്, പരോക്ഷമായതുണ്ട്. പ്രത്യക്ഷമായത് എല്ലാവർക്കും കാണാവുന്ന, കേൾക്കാവുന്ന, അറിയുന്ന ഫിത്നകളാണ്. യുദ്ധങ്ങൾ പോലെ, അതുപോലെ ഭൂമി കുലുക്കങ്ങൾ പോലെയൊക്കെയുള്ള ദൈവികമായ പരീക്ഷണങ്ങളും അല്ലാതെ വരുന്ന മറ്റു ഫിത്നകളും എല്ലാം ഉൾക്കൊള്ളതാണ് പ്രത്യക്ഷമായ ഫിത്ന എന്ന് പറയുന്നത്. മനുഷ്യന് ഈമാൻ തകർക്കുന്ന, അവന്റെ തഖ്വയെ കളയുന്ന തരത്തിലുള്ള ശുബ്ഹാത്തുകളും ശഹവാത്തുകളുമാണ് പരോക്ഷമായ ഫിത്നകൾ എന്നത്. ആശയക്കുഴപ്പങ്ങൾ, മതത്തിന്റെ പേരിൽ പടച്ചുവിടപ്പെടുന്ന ഒരുപാട് സംശയങ്ങൾ, വസ്വാസുകൾ, വിശിഷ്യ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അവ ഇന്ന് വ്യാപകമാണ്. ചില സംസാരങ്ങൾ കേട്ടാൽ, ചില എഴുത്തുകൾ വായിച്ചാൽ അതോടുകൂടി നമ്മുടെ ഈമാൻ തന്നെ ഒരു പക്ഷെ തെറ്റിപ്പോകാൻ മാത്രമുള്ളതാണ് പലതും. ആയത്തുകളെ, ഹദീസുകളെ എല്ലാം ദുർവിനിയോഗം ചെയ്ത് സംശയത്തിലാക്കുന്ന എമ്പാടും സാഹചര്യങ്ങൾ ഇന്നുണ്ട്. ഹദീസ് നിഷേധ പ്രവണതകൾ മുതലങ്ങോട്ട് സ്വതന്ത്രവാദങ്ങൾ വരെയുള്ള വ്യത്യസ്തമായ തലങ്ങളിൽ അറിയപ്പെടുന്ന മേഖലകളെല്ലാം മനുഷ്യന്റെ ഈമാനെ തകർക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലത്ത് ഓരോ സാഹചര്യങ്ങളും ഓരോ രീതിയിലുമായിരിക്കുമെന്ന് മാത്രം. ഫിത്ന ഇല്ലാത്ത കാലം കഴിഞ്ഞു പോയിട്ടില്ല. സ്വഹാബത്തിന്റെ അവസാന കാലം മുതൽ തന്നെ ദീനിൽ ഫിത്നകൾ വന്നു. വ്യത്യസ്തമായ അവാന്തര വിഭാഗങ്ങളായി അവ മാറി. പലപ്പോഴും ദീനപ്രകാരം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ സുന്നത്തുകളെ മുറുകെ പിടിക്കുക, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, അതുമാത്രമാണ് പരിഹാര മാർഗം. ഹാഫിദ് അദ്ദഹബി റഹിമഹുല്ലാ മുഅർരിഖുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന, ഇസ്ലാമിന്റെ ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ഓർമ്മശക്തിയിൽ ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതമായി കണക്കാക്കുന്ന ഹാഫിദ് അദ്ദഹബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സീറ അലാമിൻ നുബലയിൽ അദ്ദേഹം പറഞ്ഞു, ഇദാ വഖഅത്തിൽ ഫിത്ൻ, ഫിത്നകൾ വന്നു കഴിഞ്ഞാൽ തമസ്സക് ബിസുന്ന, നീ സുന്നത്തിനെ മുറുകെ പിടിക്കുക. ഫിത്ന വ്യാപകമാകുമ്പോൾ സുന്നത്തിനെ മുറുകെ പിടിക്കുക. നബി തങ്ങൾ എന്താണ് പഠിപ്പിച്ചത് അത് പഠിക്കാനും അത് അന്വേഷിക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും നീ തയ്യാറാവുക. അതാണ് രക്ഷയ്ക്കുള്ള മാർഗമെന്നാണ്. വൽസമി സുംത, അതോടൊപ്പം മൗനം പാലിക്കേണ്ട ഇടങ്ങളിൽ നീ മൗനം പാലിക്കുക. എല്ലാത്തിനും കയറി അഭിപ്രായം പറയണമെന്നില്ല, എല്ലായിടത്തും നമ്മൾ ഇടപെടണമെന്നില്ല. ചില സ്ഥലത്തിന് പക്ഷെ നമ്മൾ മൗനം പാലിക്കേണ്ടി വരും. കാണാത്ത പോലെ കേൾക്കാത്ത പോലെ ഒരു പക്ഷേ തിരിഞ്ഞു പോരേണ്ടി വരും. നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ നിമിത്തമാകുമെങ്കിൽ അവിടെ കയറി അഭിപ്രായം പറയേണ്ട ബാധ്യത നമുക്കില്ല. വലാ തഖ്ലൂ ഫീമാ ലാ യഅ്നീക, എന്നെ ബാധിക്കാത്ത ഒരു കാര്യത്തിലും
നീ ഇടപെടേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് നൽകിയ ഉപദേശം. നിന്നെ ബാധിക്കാത്ത കാര്യമാണ്, നിനക്കത് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ല എങ്കിൽ അവിടെ നീ മുഴുകേണ്ടതില്ല, നീ അതൊരു അഭിപ്രായം പറയേണ്ടതില്ല, ഇടപെടേണ്ട കാര്യമില്ല. ഇനി മാത്രമല്ല, നിനക്ക് ആശയക്കുഴപ്പമുള്ള കാര്യങ്ങൾ വന്നാൽ, നിനക്ക് എന്താണ് യാഥാർത്ഥ്യമെന്നറിയാത്ത ഇഷ്കാലുള്ള കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നീ അത് മടക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്, അവന്റെ റസൂലിലേക്കാണ്. വഖിഫ് വഖുൽ അല്ലാഹു അഅലം, അവിടെ നിൽക്കുകയും ബാക്കി അല്ലാഹു അഅലം എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് നീ മടക്കുകയും ചെയ്യുക. എന്താണോ അല്ലാഹു തആല പഠിപ്പിച്ചത്, എന്താണോ നിങ്ങൾ പറഞ്ഞത്, അതിലേക്ക് മടക്കുക. ഇലല്ലാഹി റസൂലിഹി, അല്ലാഹുവിലേക്ക് മടക്കുക, അവന്റെ റസൂലിലേക്ക് മടക്കുക. വഖിഫ്, നീ അവിടെ നിലകൊള്ളുക, ബാക്കിയില്ല പഠനം എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് അതിന്റെ ഇൽമിനെ മടക്കിക്കൊണ്ട് നീ നിലപാട് സ്വീകരിക്കുക. എങ്കിൽ നിന്റെ ഈമാൻ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് ഇമാം ദഹബി റഹിമഹുല്ലാഹ് ഈ അധ്യാപനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കും. ഫിത്നകൾ എത്ര വന്നാലും നമുക്കുണ്ടാവേണ്ട നിർബന്ധ ബുദ്ധി, എന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ്. ഈ ജീവിതം എനിക്ക് നഷ്ടമായി മാറാൻ പാടില്ല എന്നാണ്. കുറച്ചുകാലം ജീവിച്ച് തിരിച്ചു പോകുമ്പോൾ സ്വർഗം നഷ്ടമായിട്ടാണ് ആ മടക്കത്തെങ്കിൽ മറ്റാരാണ് ഉണ്ടാവുക എന്ന് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. ദീന് മുറുകെ പിടിക്കുക, പ്രമാണങ്ങളെ കൂടെ നിലപാടുറപ്പിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം, വിശിഷ്യ ഫിത്നകളുടെ കാലഘട്ടങ്ങളിൽ എന്നാണ്. വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു, തെറ്റായ ചിന്തകൾ, തെറ്റായ വിശ്വാസങ്ങൾ അത് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. ആ സമയത്ത് സുന്നത്തുകളെ മുറുകെ പിടിക്കുക എന്നത് ഒരു മുസ്ലിമിന് രക്ഷാകവചമാണ്. ബിദ്അത്തുകളിൽ പോയി ചാടാതിരിക്കാൻ, വലാലത്തുകളിൽ വഴികേടുകളിൽ പോയി ചാടാതിരിക്കാനുള്ള രക്ഷാകവചം അത്തമസ്സുകു ബിസുന്ന, സുന്നത്തിൽ മുറുകെ പിടിക്കുക എന്നതാണ് രക്ഷയ്ക്കുള്ള പരിഹാര മാർഗമെന്നാണ് ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശേഷക്കാർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠം എന്നത്. എപ്പോഴും ഫിത്നകൾ വരുമ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. എല്ലാത്തിനും ആള് കൂടെ ഉണ്ടാകും. ആളെ നോക്കി, ഭൂരിപക്ഷം നോക്കി, മറ്റൊരു പരിഗണന നോക്കിയിട്ട് ഒരു കാര്യം ശരിയാകണമെന്നില്ല, തെറ്റാകണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിലേക്കല്ല നോക്കേണ്ടത്. എന്താണ് അല്ലാഹു തആല പഠിപ്പിച്ചത്, എന്താണ് നബി തങ്ങൾ പഠിപ്പിച്ചത്, അതാണ് ശരിയായ തെറ്റാത്ത മാർഗമെന്നത്. അത് മാത്രമാണ് നമുക്ക് തെറ്റുപറ്റുകയില്ല എന്ന് ഉറപ്പുവരുത്താവുന്ന മേഖലയുടെ. കാരണം അത് വഹയ്യാണ്, ഖുർആൻ വഹയ്യാണ്, ഹദീസുകളും വഹയ്യാണ്. തെറ്റുപറ്റാത്ത ഏക സ്രോതസ് പടച്ച റബ്ബ് നൽകുന്ന വഹയ്കൾ മാത്രമാണ്. ബാക്കിയെല്ലാം തെറ്റുപറ്റാവുന്നതാണ്. എത്ര വലിയ മനുഷ്യന്മാരാണെങ്കിലും, എത്ര മഹാന്മാരാണെങ്കിലും അവർ തെറ്റിൽ നിന്ന് മുക്തരായവരല്ല. അതുകൊണ്ട് തന്നെ തെറ്റുപറ്റാത്ത അറിവിന്റെ സ്രോതസ് അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ വചനങ്ങളുമാണ്. അതിൽ എന്തുണ്ട് എന്ന് അന്വേഷിക്കുകയും അതിലുണ്ടെങ്കിൽ പിന്നെ അവിടെ നിലകൊള്ളുക. അതിലില്ലേ എനിക്ക് ആവശ്യമില്ല. ഏത് ബിദ്അത്തുകൾ വന്നാലും, ഏത് വഴികേടുകൾ വന്നാലും, എന്ത് വസ്വാസുകൾ ആരൊക്കെ പ്രചരിപ്പിച്ചാലും, ഏതെല്ലാം ആര് നമുക്ക് ഷെയർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് എന്ത് ഫിത്നകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ശരി, അല്ലാഹു തആല പറഞ്ഞത്, നബി തങ്ങൾ പറഞ്ഞത്, എനിക്കത് മതി. വഖിഫ് വഖുൽ അല്ലാഹു അഅലം, നീ അവിടെ നിൽക്കുക, നീ പറയുക അല്ലാഹു അഅലം എന്ന് പറയുക എന്ന ഇമാം ദഹബിയുടെ ആ വസിയ്യത്ത് അത് വല്ലാത്തൊരു വസിയ്യത്താണ്. അത് പ്രകാരം സഹോദരങ്ങളെ നിലപാടെടുക്കേണ്ട സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തെല്ലാം ഫിത്നകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓരോന്നും യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ എന്ന് പറഞ്ഞ, രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം മുഅ്മിനല്ലാതായി മാറുന്ന, അവിശ്വാസിയായി മാറുന്ന രൂപത്തിലുള്ള ഫിത്നകളാണ് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ സംസാരം കേട്ടതായിരിക്കാം ഒരു പക്ഷേ ഒരാൾ പഴിച്ചു പോകാൻ കാരണമായത്. ഒരു ലേഖനം വായിച്ചതായിരിക്കാം ഒരു പക്ഷേ ഒരാൾ മാറിപ്പോകാൻ നിമിത്തമായി മാറിയത്. ഒരാളുമായി കൂട്ടുകൂടിയതായിരിക്കാം ഇവന്റെ ദീന് നഷ്ടപ്പെടാൻ കാരണമായത്. എന്തെങ്കിലും സംഗതിക്കൊന്ന് ശ്രദ്ധ കൊടുത്തതായിരിക്കാം
ഒന്ന് ചെവി കൊടുത്തതായിരിക്കാം നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ നിമിത്തമായി മാറിയത്. അങ്ങനെ ഉണ്ടായിക്കൂടാ. അതൊക്കെ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ വ്യക്തികളെ കൂടെ സംഘത്തിന്റെ എല്ലാ സംഘടനയെല്ലാം അവിടെ ഒന്നായ നിലപാട് അതിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ ഈമാൻ തെറ്റിപ്പോകാൻ എളുപ്പമുണ്ട്. ഒരുപാട് കാലം നല്ല വഴിക്ക് പോയി അവസാനം വെച്ച് നഷ്ടക്കാരനായി മാറുന്ന ഗതികേട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിബിധങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹ, തീർച്ചയായും അമലുകൾ ബിഖവാതീമിഹ, ഖാത്തിമത്ത് പ്രകാരമാണ്. പര്യവസാനം എങ്ങനെയാണോ അതുപ്രകാരമാണ് അമലുകൾ. ഒരുപാട് കാലം നന്മകൾ ചെയ്തു അവസാനം വെച്ച് മോശക്കാരനായി മാറിയാൽ ആ അവസാനമാണ് പരിഗണിക്കപ്പെടുക. ഒരുപാട് കാലം മോശമായി ജീവിച്ചു അവസാനം വെച്ച് നന്നായി എങ്കിൽ ആ അവസാനത്തെ പരിഗണിക്കപ്പെടുക. നബിതങ്ങൾ ഹദീസ് പറഞ്ഞത് ദീർഘമായ ഒരു ഉപദേശം നൽകിയ ശേഷമാണ്. അവിടുന്ന് പറഞ്ഞു, ചില ആളുകൾ ധാരാളം നല്ല കാര്യം ചെയ്യും, ജനങ്ങളുടെ കാഴ്ചയിൽ സ്വർഗാവകാശിയാകാനും പര്യാപ്തമായ ധാരാളം അമലുകൾ അയാൾ ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ നരകാവകാശിയായിരിക്കും പടച്ചറപ്പിന്റെ പക്കൽ. ആളുകളുടെ കണ്ണിൽ അയാൾ നല്ലവനാണ്, നല്ലത് മാത്രമാണ് ചെയ്യുന്നത്, നന്മയുടെ കൂടെയാണ് അയാൾ ഉള്ളത്, അയാൾക്ക് ഏതായിരുന്നാലും സ്വർഗാവകാശിയാണ് എന്ന് ആളുകൾ വിചാരിക്കുന്നു. പടച്ചറപ്പിന്റെ പക്കൽ അയാൾ നരകാവകാശിയാണ്. തിരിച്ചുമുണ്ടാകാം, ആളുകളെ കണ്ണിൽ ഒരു മോശക്കാരനാണ് അയാൾ, എല്ലാം വേണ്ടാത്തരവുമുണ്ട്, എല്ലാ വൃത്തികേടുമുണ്ട്, തോന്നിവാസിയാണ്, തെമ്മാടിയാണ്, താന്തോന്നിയാണ്, ദീർഘമായ കാലം ഇളങ്ങൾ ജീവിക്കുന്നു. പക്ഷെ പടച്ചറപ്പിന്റെ പക്കലാവട്ടെ അവൻ സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹ, തീർച്ചയായും അമലുകൾ ഖാത്തിമ പ്രകാരമാണ്. പര്യവസാനം എങ്ങനെയാണോ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം അവസാനിച്ച് ഈ ദുനിയാവിന് യാത്ര പോകുമ്പോൾ നിലപാട് എന്താണോ, സാഹചര്യം എന്താണോ, അതുപ്രകാരമാണ് അയാളുടെ കർമ്മങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവുക എന്നാണ്. അതുകൊണ്ടാണ് ആഖിബത്ത് നന്നാവാൻ മുൻഗാമികൾ ധാരാളമായി പ്രാർത്ഥിച്ചു. ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം ഉണ്ടാകണമെന്ന് എല്ലാ മുൻഗാമികളും ദുആ ചെയ്തിട്ടുണ്ട്. സുഉൽ ഖാത്തിമ, ദുഷിച്ച പര്യവസാനങ്ങളിൽ നിന്ന് കാവലിനെ തേടിയിട്ടുണ്ട്. ഒരുപാട് കാലം നല്ലവരായി ജീവിച്ച അവസാനം മോശക്കാരനായി പോയിട്ട് എല്ലാം നഷ്ടമായി മാറിയാൽ പിന്നെ എന്തുണ്ട് സഹോദരങ്ങളെ നേട്ടമായിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ആ രംഗത്ത് പ്രധാനമാണ്. പടച്ചറബിനോട് കാവലിനെ തേടൽ പ്രധാനമാണ്. എല്ലാ ഫിത്നയും അകറ്റാനുള്ള പ്രാർത്ഥനകൾ പ്രധാനമാണ്. നബി ഞങ്ങൾ പഠിപ്പിച്ച അല്ലാഹുമ്മ ജന്നിബ്നൽ ഫിത്ൻ മാ ളഹറ മിൻഹാ വമാ ബതൻ, റബ്ബേ ഞങ്ങളെ എല്ലാ ഫിത്നയിൽ നിന്നും നീ അകറ്റണമേ അല്ലാഹ് എന്നാണ്. മാ ളഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷമായ ഫിത്നകളും പരോക്ഷമായ ഫിത്നകളും എല്ലാ ഫിത്നയിൽ നിന്നും നീ ഞങ്ങൾ അകറ്റണമേ അല്ലാഹ് എന്ന നബി ഞങ്ങളെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ നജ്ജിനാ മിനൽ ഫിത്ന എന്ന് മറ്റൊരു റിപ്പോർട്ട് കാണാം, ഫിത്നയിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്നാണ് ആ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥനയും പരിശ്രമവും പ്രമാണങ്ങളെ കുറിച്ചുള്ള പഠനവും അതും നേടുകയും ആ പ്രമാണങ്ങൾ ഒരു കാര്യമുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിലകൊള്ളുക. പിന്നെ മറ്റൊന്നും നോക്കേണ്ടതില്ല. ഭൂരിപക്ഷം അങ്ങനെയല്ലേ, ഇവരൊക്കെ അവിടെയല്ലേ, അവരൊക്കെ ഇവിടെയല്ലേ, മഹാഭൂരിഭാഗം അങ്ങനെയാണല്ലോ, മഹല്ലിങ്ങനെയാണല്ലോ, ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളൊക്കെ ഇന്ന വഴിക്കാണല്ലോ, അതൊന്നും ഈ രംഗത്ത് പ്രധാനമല്ല. സത്യമാണെന്ന് ബോധ്യമായി കഴിഞ്ഞാലും അവിടെ നിലകൊള്ളുക. ഇബ്നു മസ്ഊദ് പറഞ്ഞതുപോലെ ഇത്തബിൽ ഹഖ, ഈ ഹഖിനെ പിൻപറ്റണമെന്നാണ്. അൽ ജമാഅത്തു മാ വഫഖൽ ഹഖ വഇൻ ഖല്ല, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഹഖിനോട് യോജിക്കുന്നതോ അതാണ് അൽ ജമാഅത്ത്. വഇൻ ഖല്ല, അതെത്ര കുറച്ചാണെങ്കിലും ശരി, എത്ര കുറച്ചായിക്കോട്ടെ. ഫുദൈൽ ഇബ്നു ഇയാദ് പറഞ്ഞു, വഇൻ കുൻത വഹ്ദക്, നീ മാത്രമാണെങ്കിലും ശരി, മറ്റൊരാളുമില്ല, നീ ഒരാൾ മാത്രമേ ആ ഹഖിന്റെ ഭാഗത്തുള്ളൂ, ബാക്കി എല്ലാവരും തെറ്റായ വഴിക്കാണ്, എന്നാലും ശരി ഇത്തബിൽ ഹഖ, നീ ഹഖിനെ പിൻപറ്റണം. ഫഅൻത ഹീനഇദിൻ അൻതൽ ജമാഅ, അത്തരം ഘട്ടങ്ങൾ വന്നാൽ നീയാണ് അൽ ജമാഅത്ത് എന്നാണ്. അൽ ജമാഅ രക്ഷപ്പെടുന്ന സംഘമെന്ന് നബി തങ്ങൾ പറഞ്ഞ അൽ ജമാഅത്ത് അത് നിന്റെ പേരാണ് എന്നാണ്. നീ ഒരാൾ മാത്രമേ ആ വഴിക്കുള്ളൂ, ബാക്കി ആരും അത് സ്വീകരിക്കാനില്ല, എന്നാലും ഞാൻ മാത്രം എന്താ നോക്കിയിട്ട് കാര്യം എന്നല്ല, ഹക്കാണെന്ന് ബോധ്യമുണ്ടോ അവിടെ നിലപാടെടുക്കുക, അവിടെ നിലകൊള്ളുക.
നിന്റെ പേരാണ് അപ്പോൾ എന്നാണ് ഹുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫിത്നകളുടെ ചുറ്റുപാടിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും ഫിത്നകൾ വരികയാണ്. പല ഭാഗത്തു നിന്നായി കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദീനാണെന്ന് കരുതി, ശരിയാണെന്ന് കരുതി ഒരുത്തന്റെ പിന്നാലെ കൂടി അവസാനം നമ്മുടെ സ്വർഗവും നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കാം ഒരു പക്ഷേ അതിന്റെ അവസാനം ഉണ്ടാകാം. ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അത് നമ്മുടെ പര്യവസാനത്തിലേക്ക് എത്തിക്കുക. അതില്ലാതിരിക്കാൻ വലിയ ജാഗ്രത നമുക്ക് ആവശ്യമുണ്ട്. പ്രാർത്ഥന വേണം, പരിശ്രമങ്ങൾ വേണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ശരിയായ വഴിയിൽ ഉറപ്പിച്ചു നിർത്തി ഹക്കിന്റെ അഹ്ലുകാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഈ മാർഗ്ഗദർശനങ്ങൾക്കിടയിൽ ജീവിതത്തിൽ പാലിക്കുവാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫിത്നയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല നടത്തിയ 2 പ്രയോഗങ്ങൾ. അതിൽ ഒന്നാണ് ഞാൻ ഓതി വെച്ച 191-ാമത്തെ വചനം. അതിൽ റബ്ബ് പറഞ്ഞൊരു പ്രയോഗം വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ എന്നാണ്. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ ഗൗരവമുള്ളതാണ് ഫിത്ന എന്നാണ് അതിന്റെ അർത്ഥം. അതേ സൂറയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ, ഫിത്ന എന്നത് അക്ബറു മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ വലിയതാകുന്നുവെന്ന് അതേ സൂറയിൽ തന്നെ അല്ലാഹു തആല പഠിപ്പിക്കുകയും ചെയ്യുന്നു. 2 പ്രയോഗം ഏതാണ്ട് ഒരേ അർത്ഥമാണ്. ഒന്ന് അശദ്ദു മിനൽ ഖത്ൽ, മറ്റത് അക്ബറു മിനൽ ഖത്ൽ. കൊലപാതകത്തേക്കാൾ വലിയ കാര്യമാണ്, കൊലപാതകത്തേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് ഫിത്നകൾ എന്ന്. കൊലപാതകം ഒരു പക്ഷേ ഒരാളെ ഇല്ലാതാക്കുകയേ ഉള്ളൂ. കൊലപാതകം എന്നത് ഒരാളെ ഇല്ലാതാക്കുന്നു. എന്നാൽ ഒരു ഫിത്ന വരുമ്പോൾ അനേകായിരം മനുഷ്യന്മാരുടെ ഈമാനാണ് അതുവഴി നഷ്ടമായി മാറുക. ലോകത്ത് വന്ന എല്ലാ ഫിത്നകളും അനേക ലക്ഷം മനുഷ്യന്മാർ വഴിമാറിപ്പോകാൻ കാരണമായിട്ടുണ്ട്. ഷിയായിസം എന്നത് ഒരു ഫിത്നയാണ്. ഒരു മനുഷ്യനാണ് തുടക്കക്കാരൻ. ഒരു മനുഷ്യൻ തുടങ്ങി വെച്ച, അയാൾ തുടക്കമിട്ടതാണ് ഷിയായിസം എന്നത്. പക്ഷേ അനേക ലക്ഷം, അനേക കോടി മനുഷ്യന്മാരുടെ ഈമാനാണ് അത് മുഖേന തെറ്റിപ്പോയി. ഇന്നും ലോകത്ത് എത്ര കോടി മനുഷ്യന്മാർ ആ തെറ്റായ വിശ്വാസം പേറി അതാണ് സത്യമെന്ന് വിചാരിച്ച് അതിന്റെ പിന്നിടുകയും അതിനുവേണ്ടി വധിക്കുകയും അതിന്റെ പേരിൽ വ്യക്തമായ അന്ധവിശ്വാസം സാഹചര്യമുണ്ട്. ഖവാരിജയ്യത്ത് ഒരു ഫിത്നയായിരുന്നു. ഒരു മനുഷ്യനാണ് തുടക്കമിട്ടത്. അലി ഇബ്നു അബീ ത്വാലിബിനെതിരെ രംഗത്തിറങ്ങിയ ആളുകൾ, അവരാണ് ഖവാരിജിന്റെ തുടക്കം. ഇസ്ലാമിന്റെ പേരിൽ എന്തെല്ലാം തീവ്രവാദ സംഘങ്ങളും വ്യക്തികളും ലോകത്തുണ്ടായോ, IS അടക്കമുള്ള ഇന്നത്തെ സംവിധാനങ്ങൾ അടക്കമെല്ലാം അതിന്റെ ബാക്കി പത്രങ്ങളായി വന്നവയാണ്. ഖവാരിജുൽ അസ്ർ എന്നാണ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ഇന്നത്തെ ISനെ കുറിച്ച് പരാമർശിച്ച പ്രയോഗം. ഈ കാലഘട്ടത്തിലെ ഖവാരിജുകൾ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. നബി തങ്ങൾ സൂചിപ്പിച്ചു ഖവാരിജുകൾ വരാനുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു. അവിടെ നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമാവില്ല. അവിടെ നോമ്പ് കണ്ടാൽ നിങ്ങളുടെ നോമ്പൊക്കെ നിസ്സാരമായി മാറും. പക്ഷേ നിങ്ങളവരെ കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ ഞാനവരെ കണ്ടുമുട്ടിയാൽ, ഞാൻ അവരെ കണ്ടുമുട്ടുന്നുവെങ്കിൽ ഞാൻ അവരുമായി യുദ്ധം ചെയ്യും. ആദ് സമൂഹത്തോട്, സമൂദ് ഗോത്രത്തോട് ഏറ്റുമുട്ടുന്ന പോലെ ഞാൻ ഏറ്റുമുട്ടുമെന്നാണ് നബി തങ്ങൾ അന്ന് പറഞ്ഞത്. നബി കേട്ടത് അലി ഇബ്നു അബീ ത്വാലിബായിരുന്നു. ആ ഹദീസ് നബി പറഞ്ഞത് കേട്ടത് അലി ഇബ്നു അബീ ത്വാലിബാണ്. ആ അലിയുടെ കാലത്താണ് ആ സംഘമുണ്ടായത്. ആ അലിയാണ് അവരുമായി അന്ന് ഏറ്റുമുട്ടിയത്. നെഹ്റുവാനിൽ വെച്ച് അവരുമായി യുദ്ധമുണ്ടായി അലി ഇബ്നു അബീ ത്വാലിബിന്റെ കാലഘട്ടത്തിൽ. അതൊരു ഫിത്നയായിരുന്നു. ഒരു മനുഷ്യൻ തുടങ്ങി വെച്ചതാണെങ്കിലും അനേക ലക്ഷം മനുഷ്യന്മാരെ ഈമാൻ തെറ്റാൻ അത് നിമിത്തമായി മാറി. മുഅ്തസിലിയ്യത്ത് മറ്റൊരു ഫിത്നയായിരുന്നു. താബിഈയായ ഹസൻ ബസ്രിയുടെ കാലഘട്ടത്തിൽ ഹസൻ ബസ്രിയുടെ ശിഷ്യനായിരുന്ന വാസിൽ ഇബ്നു അത്വാ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ
തുടങ്ങി വെച്ച ഫിത്നയാണ് ഇൽതിസാൽ മുഅ്തസിലിയത്ത് എന്ന് പറയുന്നത്. അത് പിന്നീട് ഫിത്നയായി മാറി വ്യത്യസ്തമായ തെറ്റായ ചിന്താഗതി പ്രചരിക്കാൻ കാരണമായി പ്രമാണങ്ങളെക്കാൾ ഏറെ ബുദ്ധിക്കും യുക്തിക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന, ബുദ്ധിയോട് യോജിക്കാത്ത പ്രമാണങ്ങൾ മുഴുവൻ നിഷേധിച്ചു കളയുന്ന, പടച്ച റബ്ബിന്റെ സിഫത്തുകൾ മൊത്തം നിഷേധിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് തെറ്റായ വിശ്വാസം വെച്ചു നിർത്തുന്ന, അവസാനം മീസാനും സിറാത്തും അതേപോലെ ഖബർ ശിക്ഷയും മസീഹു ദജ്ജാലും ശഫാഅത്തും അടക്കമുള്ള കാര്യങ്ങൾ പോലും നിഷേധിച്ചു തള്ളുന്ന അനേക ലക്ഷം മനുഷ്യന്മാർ ലോകത്തുണ്ടായത് ഈ ഇൽതിസാൽ ചിന്താഗതിയിലൂടെയാണ്. എത്ര കിതാബുകൾ അതിനു വേണ്ടി എഴുതപ്പെട്ടു, എത്ര വലിയ വലിയ ആളുകൾ ആ വഴി സ്വീകരിച്ചു പോയി, എത്ര സംഭാവനകൾ ലോക ചരിത്രത്തിൽ ഉണ്ടായി. അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് പ്രാർത്ഥനകൾ ജഹ്മിയത്തും ജബരിയത്തും ജഅദിയത്തും അടക്കമുള്ള ആദ്യ നൂറ്റാണ്ടുകളിൽ ഉടലെടുത്ത ഫിത്നകൾ മുതൽ അതിന്റെ ബാക്കി പത്രങ്ങളായി ലോകവ്യാപകമായി ഇന്നുമുള്ള ധാരാളം ഫിത്നകൾ, ഫസാദുകൾ, ആയിരക്കണക്കായ ലക്ഷക്കണക്കായ മനുഷ്യന്മാരുടെ ഈമാൻ വഴിമാറാനാണ് അതെല്ലാം നിമിത്തമായി മാറിയിട്ടുള്ളത്. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തെക്കാളും ഗൗരവമാണ്, കൊലപാതകത്തെക്കാളും വലിയ കാര്യമാണ് ഫിത്ന എന്ന വിശുദ്ധ ഖുർആനിലെ പദപ്രയോഗം വലിയ അർത്ഥവ്യാപ്തിയുള്ള പ്രയോഗം തന്നെയാണ്. സഹോദരങ്ങളെ, ജാഗ്രത ആ രംഗത്തുണ്ടാകണം, പ്രാർത്ഥന അതിനെതിരായി ഉണ്ടാകണം. ഏതാണ് സത്യമെന്ന നിഷ്പക്ഷമായ അന്വേഷണങ്ങൾ പ്രധാനമാണ്. ഒരാൾക്ക് വേണ്ടി, ഒരാളുടെ സ്നേഹത്തിന്റെ പേരിലോ ഒരാളോടുള്ള ഏതെങ്കിലും ഒരു വെറുപ്പിന്റെ പേരിലോ നാം പക്ഷം ചേരേണ്ട ഒന്നല്ല ദീനിയായ വിഷയങ്ങൾ എന്നത്. പ്രമാണങ്ങളോട് മാത്രമാണ് പക്ഷപാതിത്വമുള്ളത്. അതിലുണ്ടോ നമുക്ക് സ്വീകരിക്കാം, അതില്ലേ എത്ര വലിയ പറഞ്ഞാലും ശരി സ്വീകാര്യമല്ല. ഇമാം അഹ്മദിനോട് ഒരാൾ വന്ന് സംശയം ചോദിക്കുന്നു. ഇമാം അഹ്മദ് ഹദീസ് പ്രകാരം മറുപടി പറയുന്നു. മറുപടി കേൾക്കുമ്പോൾ ഇമാം അഹ്മദിനോട് ചോദ്യകർത്താവ് തിരിച്ചു ചോദിച്ചു, ഇന്ന ഇബ്നു മുബാറക് ഖാല കദാ വകദാ. അല്ലയോ അഹ്മദ്, താങ്കളുടെ മറുപടി ഇതാണെങ്കിൽ ഇബ്നു മുബാറക്കിന്റെ മറുപടി ഇങ്ങനെ അല്ലല്ലോ എന്നാണ്. വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണ്, ഇമാം അഹ്മദിനേക്കാൾ മുൻഗാമിയാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ അല്ലല്ലോ എന്നാണ് തിരിച്ചുള്ള ചോദ്യം. ഇമാം അഹ്മദിന്റെ പ്രതികരണം, ഇന്ന ഇബ്നു മുബാറക് ലം യൻസിൽ മിനസ് സമാ. ഇബ്നു മുബാറക് ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ ആളൊന്നുമല്ല, തെറ്റുപറ്റാത്ത ആളല്ല എന്നർത്ഥം. ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമല്ല, ഞാൻ ഹദീസ് പ്രകാരമാണ് പറഞ്ഞത്. അതിനെ മറികടക്കാൻ ഇബ്നു മുബാറക് പറഞ്ഞുവെന്ന് നീ പറയുന്നുവോ അത് സ്വീകാര്യമല്ല. ഇബ്രാഹിം അദ്ഹവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ അല്ലോ. ഇമാം അഹ്മദിന്റെ പഠനം അലൈക്കും ബിൽ അസുൽ, നിങ്ങൾ സ്വീകരിക്കേണ്ടത് അസുലാണ്, വ്യക്തികളെയല്ല സ്വീകരിക്കേണ്ടത്. ഇയാള് പറഞ്ഞു, അയാള് പറഞ്ഞു, മറ്റാള് പറഞ്ഞു, അതിന് ദീനിൽ സ്ഥാനമൊന്നുമില്ല. ബഹുമാനിക്കപ്പെട്ട വാക്കെടുക്കാൻ വേണ്ടി പ്രമാണങ്ങളെ മാറ്റിവെക്കാൻ പറ്റില്ല. അയാളെക്കാളും ബഹുമാനം പ്രമാണങ്ങൾക്കുണ്ട് എന്നാണ് ഇമാം അഹ്മദ് ശേഷം പറഞ്ഞു. അതാണ് കാഴ്ചപ്പാട്. എത്ര അയാൾ പറഞ്ഞാലും അയാളെ ആ മനുഷ്യരെക്കാളും മഹത്വം, അയാളെക്കാൾ ബഹുമാനം ശരീഅത്തിനാണ്, മതത്തിനാണ്. അതുകൊണ്ട് ശരീഅത്തിനൊരു കാര്യമുണ്ടോ എങ്കിൽ പിന്നെ ആര് പറഞ്ഞാലും അത് ഇതിനേക്കാളും വലിയ ബഹുമാനമുള്ള കാര്യമൊന്നുമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകി, നല്ല കാര്യമാണ്, നബി തങ്ങൾ ചെയ്തിട്ടുണ്ട്, നബിയിലേക്ക് ചേർത്തി ഹദീസ് പ്രകാരം അബ്ബാസ് മറുപടി കൊടുത്തു. അങ്ങനെയല്ലല്ലോ ഇബ്നു ഉമറിനോട് ചോദിക്കുന്നത്. ഇബ്നു ഉമറിനോട് ചോദ്യം. അപ്പൊ അദ്ദേഹത്തോട് ചോദ്യം, നിങ്ങളെ വാപ്പ ഉമർ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇബ്നു ഉമറിന്റെ മറുപടി, നബി തങ്ങൾ ഒരു കാര്യം ചെയ്യുകയും എന്റെ വാപ്പ ഉമർ അത് എതിരായി പറയുകയും ചെയ്താൽ നീ ഏതാ സ്വീകരിക്കാന്ന്. ചോദ്യകർത്താവ് പറഞ്ഞു, ബൽ ബി അംദി റസൂലില്ലാ, സംശയമൊന്നുമില്ല, അല്ലാഹു റസൂലിന്റെ വാക്കാണ്, ഞാൻ സ്വീകരിക്കുക. ഫഖും അന്നി, എങ്കിൽ എഴുന്നേറ്റ് പോവിടുന്ന്, പിന്നെ എന്തിനാ വെറുതെ സംശയം ഉണ്ടാക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അത് സ്വീകരിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഉമർ ഖത്താബ് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത്? ആരാ ഉമർ ഖത്താബൊക്കെ? ഇതേ വിഷയത്തിൽ ഇബ്നു അബ്ബാസിനോട് ചോദ്യം വന്നു. ഇബ്നു അബ്ബാസ് പറഞ്ഞു, അല്ലാഹു റസൂൽ പറഞ്ഞുവെന്ന് ഞാൻ പറയുമ്പോൾ അതിനെതിരെ ഉമർ പറഞ്ഞു, അബൂബക്കർ പറഞ്ഞു എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നുവെന്നാണ് റളിയല്ലാഹു അൻഹുമാ. അഖൂലു ഖാല റസൂലുള്ളാഹ്, ഞാൻ പറയുന്നു
നബി തങ്ങൾ പറഞ്ഞുവെന്ന്. ഫതഖൂലു അൻത ഖാല അബൂബക്കർ വഖാല ഉമർ, നീ പറയുന്നു, അബൂബക്കർ പറഞ്ഞു, ഉമർ പറഞ്ഞുവെന്ന്. എങ്ങനെ ധൈര്യം വന്നു നബി തങ്ങളുടെ വാക്കിനെ മറികടക്കാൻ ഈ വ്യക്തികളുടെ വാക്കുകൊണ്ടിരിക്കുകയോ? ഞാൻ ഭയപ്പെടുന്നു, മഴ പെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നു. ഇബ്നു അബ്ബാസ് ശേഷം പറഞ്ഞത് ഈ നിലപാടാണ് എങ്കിൽ ആകാശത്ത് നിന്ന് ചലൻ മഴ പെയ്യുമോ? കാരണം എന്താ, അള്ളാഹു റസൂൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റാള് പറഞ്ഞല്ലോ ഇയാള് പറഞ്ഞല്ലോ എന്ന് തിരിച്ചു പറയാൻ മാത്രം എങ്ങനെ ധൈര്യമുണ്ടായി നിങ്ങൾക്ക് പടച്ചറബിന്റെ അദാബ് വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു കൊടുക്കുന്നത്. അത്ര ഗൗരവത്തിലാണ് അവർ പ്രമാണങ്ങളെ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ നിലപാടാണ് ശരിയായ നിലപാട്. എത്ര വലിയ ആളുകളുടെ വാക്കും സ്വീകരിക്കാം പ്രമാണങ്ങളോട് യോജിക്കുന്നുവെങ്കിൽ. ഇല്ലെങ്കിൽ അവരെക്കാൾ മഹത്വവും ബഹുമാനവും പ്രമാണങ്ങൾക്കാണ്, അതിലേക്കാണ് മടങ്ങേണ്ടത്. അതാ നേരത്തെ ഞാൻ പറഞ്ഞ ഇമാം ദഹബിയുടെ ആ ജനം നീ മടക്കേണ്ടത് ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്ക് മടക്കുക, റസൂലിലേക്ക് മടക്കുക, വഖീഫ് അവിടെ നിൽക്കുക, വഖുൽ അല്ലാഹു അഅലം എന്നിട്ട് നീ പറയുക അല്ലാഹു അഅലം. ഇതാണ് നിലപാട്. സഹോദരൻ, ഏത് വിഷയത്തിൽ കൃത്യമായി പ്രമാണം അന്വേഷിക്കാൻ, അത് ബോധ്യപ്പെടാൻ, അത് സ്വീകരിക്കാൻ തയ്യാറാവുകയും അതിന്റെ കൂടെ നിലപാട് എടുക്കുകയും ചെയ്യുക. ബാക്കി ഒന്നും ശരിയാണെന്ന് ഉറപ്പുള്ളതല്ല. ശരിയാവാം, ശരിയല്ലാതിരിക്കാം. എന്ന വഹയികൾക്ക് തെറ്റുപറ്റില്ല. വഹയികൾ പരിപൂർണമായും ശരിയാണ്. ആ വഹയിനെ കൂടെ നിന്നാൽ ആ വഴി സ്വർഗത്തിലേക്കുള്ള വഴി തന്നെയാണ്. അത്തരം നിലപാടിലേക്ക് മാറാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد